വ്യാജരേഖകൾ വൻതോതിൽ തയ്യാറാക്കുന്ന ലഹരി മാഫിയ സംഘത്തെ പിടികൂടി തലശ്ശേരി പോലീസ്. കാസർഗോഡ് സ്വദേശി അബ്ദുറഹ്മാൻ, എറണാകുളം സ്വദേശി റിഷാദ് എന്നിവരാണ് പിടിയിലായത്. 500-ലേറെ ആധാർ, പാൻ കാർഡുകളും ഡ്രൈവിംഗ് ലൈസൻസും പിടിച്ചെടുത്തു. വ്യാജപ്പേരിൽ എടുത്തത് 50-ലേറെ അക്കൗണ്ടുകൾ. പിടിയിലായത് MDMA കേസിന്റെ അന്വേഷണത്തിനിടയിലാണ്. വ്യാജരേഖകൾ ഉപയോഗിച്ചായിരുന്നു ലഹരി കച്ചവടവും സാമ്പത്തിക ഇടപാടുകളും. പിടിയിലായത് വൻ റാക്കറ്റാണെന്നും പോലീസ് പറഞ്ഞു. തലശ്ശേരിയിൽ കഴിഞ്ഞ ജൂൺ 11-ന് 185 ഗ്രാം MDMA പിടിച്ച കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു 11-അംഗ സംഘം SI ഷജീമിൻ്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമും തലശ്ശേരി സ്ക്വാഡും ചേർന്ന് നടത്തിയ അന്വേഷണം ഉണ്ടായിരുന്നു. അതിലെ മുഖ്യപ്രതിയായ തബുവിനെ നമ്മൾ 2 ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായി തബു ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് മരിച്ചുപോയ ഒരാൾ, ജസുദാസ് എന്ന് പറഞ്ഞ മൈസൂരിലെ മരിച്ചുപോയ ഒരാളുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൂടാതെ നമ്മുടെ 2 പ്രതികളുടെ കയ്യിൽ നിന്നും നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും ആധാറും ലഭിക്കുകയുണ്ടായി. ഇന്നലെ നമ്മുടെ ടീം ബാംഗ്ലൂരിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു പ്രതിയെ കണ്ടെത്തുകയും ആ പ്രതിയിൽ നിന്ന് വ്യാജമായ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ വ്യാജമായ ആധാർ, ലൈസൻസ് തുടങ്ങിയവ നിർമ്മിക്കുന്ന ഒരു റാക്കറ്റിനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഇതെല്ലാം പുറത്തു വന്നത്. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടുള്ള പരിപാടികൾ വ്യാജമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാംഗ്ലൂരിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ളവരെ ബാങ്കിൽ കൊണ്ടുപോയി അവരുടെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ട് അത് 10,000-ത്തിനോ 20,000-ത്തിനോ ഇതുപോലുള്ള ആവശ്യക്കാർക്ക് അവർ മറിച്ച് വെക്കുകയാണ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകൾ. അതുപോലെ നിങ്ങൾക്ക് കാണാം, ഇതിൽ ആധാറുകളുണ്ട്, ഫേക്കായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. പ്രധാനമായിട്ടും കുറേ കോളേജുകളുടെ ഡിഗ്രി, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ കാണുന്നുണ്ട്. അത് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവർ പുറത്തേക്ക് വിദേശത്തേക്ക് പോകാനും മറ്റുമായി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഈ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്തതിലൂടെയാണ് നമുക്ക് ഇതിലേക്ക് എത്താൻ സാധിച്ചത്.